ഉണ്ണി ശിവപാൽ. ഉണ്ണിച്ചേട്ടനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളുകളായി കുടുംബസംഗമം തൊട്ട്, ഉണ്ണിച്ചേട്ടൻ നേരത്തെ തൊട്ട് കാണുന്നത് കുടുംബസംഗമം തൊട്ട് അമ്മയുടെ ഓഫീസിലാണ് കിടന്ന് ഉറങ്ങുന്നവർ പോലും എനിക്ക് സംശയമുണ്ടായി. ആ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ആത്മാർത്ഥമായ ജോലി കണ്ട് എൻ്റെ മനസ്സിൽ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇന്നൊരു വലിയ സംഭവം ഉണ്ണി ശിവപാൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, നമ്മുടെ കണ്ണ് നിറയുന്ന ഒരു സംഭവം ഇന്ന് ഉണ്ണി ശിവപാൽ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയില്ല. ഉണ്ണിച്ചേട്ടാ, ഒത്തിരി സന്തോഷമുള്ള മുഹൂർത്തം. ഒരുപാട് പറഞ്ഞപ്പോഴേ ഒരുപാട് പ്രതീക്ഷിക്കും. അല്ല, അത് ഉണ്ട് പ്രഷർക്കുണ്ട്, നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ മനസ്സിലുണ്ട്. അത് സത്യമാണ്. പിന്നെ ഹൈദരാബാദിൽ നമ്മൾ എത്ര വർഷമായിട്ടുള്ള പരിചയമുണ്ട്, ഒരു 10 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഈ യാത്രക്കിടയിൽ നമ്മൾ അറിയാതൊരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ, അത് സംഭവിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഡെഡിക്കേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെയ്തേ പറ്റുമല്ലേ. എന്ത് കരുതി ഇപ്പം നിങ്ങളെങ്ങനെയാണ് നിലനിൽക്കണം? അതെ, നിങ്ങൾ സ്വന്തം ഒരു പ്രസ്ഥാനമായി മാറി. അത് നിങ്ങളുടെ ഡെഡിക്കേഷനാണ്. അത് തന്നെയാണ് നമുക്ക് അടിസ്ഥാനമായ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതാണ് കിട്ടിയതിനെ കൊണ്ട് സംതൃപ്തരാകുക, എന്നും ഡെഡിക്കേറ്റ് കാര്യങ്ങൾ ആത്മാർത്ഥം. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ബ്ലെസ്സിങ് അറിയാതെ വരും. നാളുകളായി അമ്മയിലുണ്ട്. സന്തോഷവാനല്ലേ ഇപ്പോൾ? എന്ത് സന്തോഷം കുറവ്. എന്നും നമ്മൾ ചിരിച്ചോണ്ടല്ലാണ്ട് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ അടിസ്ഥാന കാര്യം അതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ ചാനൽ തകർക്കട്ടെ നിങ്ങൾ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രഷർ കാത്തിരിക്കുക. അതെ അല്ലേ? അതെ, ഒരു ഡ്രിവൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാണാം. എല്ലാവർക്കും സുഖമല്ലേ? ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കെ പല പല കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളും മാറ്റം നടക്കുന്നതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കും അമ്മയുടെ 31 ജനറൽ ബോഡി യോഗത്തിൽ കാണാമറയത്തു നിന്നും വരുവാനും സാധിക്കുന്നു. ഒരുപാട് സന്തോഷം. സ്നേഹത്തോടെ നിങ്ങളെ സത്യന്മാർ. നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടുകൂടിയാണ് ഇന്നിവിടെ വന്നു ചേരാൻ സാധിച്ചതും. ഇന്ന് നമ്മുടെ 31 ജനറൽ ബോഡി യോഗത്തിൽ കാണാമറയത്തു നിന്നും വരുവാൻ സാധിക്കുന്നു. കൊള്ളാലേ? അപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. ഒരുപാട് സന്തോഷം. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം പ്രേം നസീർ. എല്ലാവർക്കും നമസ്കാരം. കാലം മാറുമ്പോൾ കോലം മാറുമെന്നാണല്ലോ. എന്നാൽ മാറാത്തതായി ഒന്നേ ഉള്ളൂ, അത് അമ്മ മാത്രം. നമ്മുടെ സ്വന്തം അമ്മ, മലയാള സിനിമയുടെ അമ്മ. നമ്മുടെ മലയാള സിനിമ ലോകം കീഴടക്കാനുള്ള യാത്ര ഇനിയും തുടരട്ടെ. 31ാമത്തെ അമ്മയുടെ ജനറൽ ബോഡി യോഗം നിങ്ങളെല്ലാവരും ചേർന്ന് സംഭവം ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കും. എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. കാണാമറയത്തു നിന്നും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജയം. നാം എത്ര വിചാരിച്ചാലും ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കണമെന്നില്ല. പ്രത്യേകിച്ചും സമയത്തെ നമുക്ക് കെട്ടിയിടാനോ തടഞ്ഞു നിർത്താനോ ഒക്കുകയില്ല മക്കളെ. അത് കറന്നുപോയിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ ഇങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും കാലം കറന്നു തന്നെ പോകും. അമ്മയുടെ 31ാമത്തെ ജനറൽ ബോഡി യോഗവും നിങ്ങളെല്ലാം ചേർന്ന് മനോഹരമായി തീർക്കുക. എല്ലാ സപ്പോർട്ടും ഉണ്ട്. കാണാമറയത്ത് നിന്നും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തിലകൻ ചേട്ടൻ. എല്ലാരെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞല്ലോ. ഇതിൽ പരം എന്ത് വേണം ഈ ജീവിതത്തിൽ? നമുക്കൊക്കെ വളരെ ചെറിയ ജീവിതമല്ലേ ഉള്ളത്. അത് അങ്ങേയറ്റം സഹായിച്ചും സന്തോഷിച്ചും ജീവിക്കുക അത്ര തന്നെ. നിങ്ങളെയൊക്കെ ഒത്തൊരുമിച്ചു കാണുമ്പോൾ ഒരുപാട് സന്തോഷമായി അമ്മയ്ക്കും പിന്നെ ഈ അമ്മയ്ക്കും. ഏവർക്കും സുഖമല്ലേ? ഉള്ള കാലത്തോളം ജീവിതത്തിൽ ഏവരും സന്തോഷമായി തന്നെ ഇരിക്കുക. അതിനായി പരമാവധി പരിശ്രമിക്കുക. കഴിയുമെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി ജീവിക്കാൻ ശ്രമിക്കുക. കാരണം കാലം പെട്ടെന്ന് അങ്ങ് കടന്നു പോകും, ഒന്നും ബാക്കിയാക്കാതെ. പിന്നീട് അവനവന് ഓർക്കാനോ പുനർചിന്തനം നടത്താനോ കാലം കൂട്ടുണ്ടാവണമെന്നില്ല. അതാണ് പരമമായ സത്യം. അമ്മയുടെ
31ാമത്തെ ഈ ജനറൽ ബോഡി യോഗവും നന്നായി വരട്ടെ. സ്നേഹത്തോടെ, സ്വന്തം മുരളീച്ചേട്ടൻ. എല്ലാവരും എത്തിച്ചേർന്നല്ലോ അല്ലേ? നന്നായി. പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ബാബുരാജ് വിളിച്ചറിയിക്കുന്നുണ്ടല്ലോ അല്ലേ? ലാലേ, ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ആദ്യ കുടുംബസംഗമം അതിഗംഭീരമാക്കിയെന്നതിലും ഒരുപാട് സന്തോഷം. അമ്മയുടെ 31ാമത്തെ ഈ ജനറൽ ബോഡി യോഗവും നന്നായി വരട്ടെ. സ്നേഹവാത്സല്യങ്ങളോടെ കാണാമറയത്തു നിന്നും നിങ്ങളുടെ സ്വന്തം സുകുമാരിയമ്മ. എല്ലാ അമ്മ മക്കൾക്കും സുഖമാണല്ലോ. ഒത്തൊരുമയുടെ 31ാം ജനറൽ ബോഡി യോഗം ഗംഭീരമായി പര്യവസാനിക്കുമാറാകട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വെടിച്ചേട്ടൻ. ഉള്ള കാലത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കാതെ അവനവന് വേണ്ടിയും കൂടി ജീവിക്കാൻ ശ്രമിക്കുക. കാലം പെട്ടെന്ന് അങ്ങ് കടന്നു പോവും. പിന്നെ ഒന്നും ബാക്കിയായി ഉണ്ടാവണമെന്നില്ല. അമ്മയുടെ 31ാം ജനറൽ ബോഡി യോഗവും വലിയ വിജയമാകട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളെ KPAC ലളിതാമ്മ. വർഷത്തിലൊരിക്കലെങ്കിലും ഒരുമയോടെ ഇങ്ങനെയൊക്കെ ഒത്തുകൂടുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും വേറെ എവിടുന്ന് കിട്ടും? ഇതൊക്കെ കാണുമ്പോൾ പലർക്കും അസൂയ തോന്നുമിടൂ. അത് നമ്മളത്ര കാര്യമാക്കേണ്ടതില്ല, അല്ലേ? ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ ഈ കമ്മിറ്റിയും തെളിയിച്ചു കഴിഞ്ഞതാണല്ലോ. അതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുൻപോട്ട് കുതിക്കുക തന്നെ വേണം. അമ്മയുടെ ഏത് നല്ല കാര്യത്തിനും എവിടുന്നായാലും ഞങ്ങളുടെ മനസാന്നിധ്യവും പ്രാർത്ഥനകളും എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അമ്മയുടെ 31ാമത് ജനറൽ ബോഡി യോഗവും നന്നായി വരട്ടെ. ഇനിയും സാങ്കേതിക വിദ്യ വളരുന്ന മുറയ്ക്ക് പല രൂപത്തിലും പല ഭാവത്തിലും നിങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങളും ഉണ്ടാകും. ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ, പ്രാർത്ഥനകളോടെ, കണ്ണെത്താ ദൂരത്തു നിന്നും നിങ്ങളുടെ സ്വന്തം ഇന്നച്ചൻ. ആരാധിപ്പൂ നിങ്ങളെ ഇന്നും ആത്മാവിൽ ഋതുദേവതമാർ. ഞങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നിങ്ങൾ ഉണർത്തിയ ഭാവങ്ങൾ. നിഴലുകളല്ല, നിത്യത പുൽകിയ നിരുപമ ജീവിത ശില്പങ്ങൾ. നിത്യത പുൽകിയ നിരുപമ ജീവിത ശില്പങ്ങൾ. ഞങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നിങ്ങൾ ഉണർത്തിയ ഭാവങ്ങൾ. ഞങ്ങളിൽ ഇന്നും ജീവിക്കുന്നു നിത്യത പുൽകിയ നിരുപമ ജീവിത ശില്പങ്ങൾ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupura.